കഴിഞ്ഞ ദിവസം നമുക്കറിയാം നൗഫലിൻ്റെ പ്രകടനത്തിൽ നമ്മളെല്ലാവരും തന്നെ സന്തോഷിക്കുകയായിരുന്നു. കാരണം അദ്ദേഹം വേറെ ലെവലൊരു പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. ഇതൊരു ഇന്ത്യൻ താരം മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്. കാരണം അദ്ദേഹം ഫ്യൂച്ചറിൽ ഇന്ത്യൻ ടീമിലേക്ക് വന്ന് അതുപോലത്തെ പെർഫോമൻസ് കാഴ്ചവെക്കും എന്നാണ് നമ്മുടെ മനസ്സിൽ ഒരു വിചാരം എന്ന് പറയുന്നത്. എന്നൊരു താരോദയം ഉണ്ടായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് വിനീത് വെങ്കടേശനാണ്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ബംഗളൂരുവിന് അഭിമാനിക്കാം എന്ന് തന്നെ പറയാം. കാരണം അവരുടെ ഒരു പ്രോഡക്റ്റാണ്. അതായത് ബംഗളൂരിൻ്റെ അക്കാഡമിയിൽ വളരെ കൊച്ചിലോട്ട് കളിച്ച് പരിചയപ്പെട്ട് അവരിപ്പോൾ സീനിയർ ടീമിലേക്ക് കൊണ്ടുവന്നൊരു താരമാണ് വിനീത് വെങ്കടേശൻ. വേറെ ലെവലൊരു പെർഫോമൻസാണ് അദ്ദേഹം ഇന്നത്തെ കളി കാഴ്ചവെച്ചത്. അതിൻ്റെ ടച്ചസ്, മൂവ്സ്, അതുപോലെ തന്നെ ആ ഒരു ആംഗിളിൽ ഗോൾ അടിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള ആംഗിളാണ്. ഫോറിൻ പ്ലേയേഴ്സ് പോലും കഷ്ടപ്പെട്ട് ഗോൾ അടിക്കുന്ന ഒരു ആംഗിളാണ്. സോ അവിടെയാണ് അദ്ദേഹം അങ്ങനത്തെ ഒരു ഗോൾ നേടിയത്. അദ്ദേഹം ഡ്യൂറൻ കപ്പിൽ, അതായത് അബദ്ധത്തിൽ അടിച്ച ഗോളൊന്നും അല്ലത്, അദ്ദേഹം ഡ്യൂറൻ കപ്പിലും ഇതിനെക്കാട്ടി മികച്ച ഗോളുകൾ നേടാൻ നമ്മൾ കണ്ടതാണ്. സോ ഒരു ടോപ്പ് ടാലൻ്റ് തന്നെയാണ്. അതിൻ്റെ പെർഫോമൻസ് ഈ രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ ഫ്യൂച്ചർ ഇന്ത്യയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന വളരെ മികച്ചൊരു താരമായി മാറും. നമുക്കറിയാം നമ്മുടെ ആ ഒരു നമ്പർ 9 പൊസിഷനിൽ കളിക്കാനാണ് ആളില്ലാത്തത്. സോ അവിടേക്ക് വലിയൊരു കോമ്പറ്റീഷൻ തന്നെയാണ് ഇപ്പോൾ വിനീത് വെങ്കടേശൻ എന്ന് പറയുന്നത്. സോ അവിടേക്ക് കോമ്പറ്റീഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ അറിയാം. അദ്ദേഹത്തിന് കുറച്ചുകൂടെ നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ, ഒരു കൺസിസ്റ്റൻസി അതിൻ്റെ പെർഫോമൻസിൽ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് അവിടെ സ്ഥാനം ഉറപ്പിക്കാം എന്ന് തന്നെ പറയാം.